ഹലോ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ, ലിയോ കുട്ടന് പുതിയ സോഫ വാങ്ങിച്ചു. അപ്പോൾ ലിയോ കുട്ടൻ കിടന്നുകൊണ്ടിരുന്ന സോഫയിലെ പഴയതുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീഡിയോ ഞാൻ ഇട്ടേക്കാം. അത് ഞാൻ പുറത്ത് കൊണ്ട് കളഞ്ഞിന്നല പുതിയത് എടുത്തു വെച്ചു. അപ്പോൾ ആദ്യം സോഫയിൽ കിടക്കത്തില്ലായിരുന്നു. നല്ല അടിയൊക്കെ 2 അടി കൊടുത്തപ്പോൾ കയറി കിടന്നു. പക്ഷേ ഇന്നലെ ഒരു 8, 9, 10 മണി തൊട്ട് ലിയോ എന്നോട് കൂട്ടില്ല, പിണക്കത്തിലാണ്. എൻ്റെ അടുത്ത് വരുന്നില്ല, ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല, ഇങ്ങനെ കിടക്കും. അല്ലാണ്ട് ലിയോ കുട്ടന് എന്നോട് പിണക്കത്തില്ല. കണ്ടോ, ഇന്നലെ സങ്കടം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, കരഞ്ഞിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും ആളെന്നോട് ഇത് വരുന്നില്ല. അയാളുടെ സാധനം ഞാൻ എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞ് പിണക്കത്തില്ല. എന്താ ചെയ്യാനാ? ഞാനിപ്പം നിങ്ങൾ കണ്ടോ ലിയോസ് കിടക്കുന്നത്? കണ്ടോ, ഒരു സന്തോഷമില്ല. ലിയോസ് അനങ്ങാതെ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ അടുത്ത് കൂട്ടുകൂടാൻ വരാത്തതുകൊണ്ട്. ലിയോ 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 എന്നൊക്കെ വിളിച്ച് ഓടി വരുന്നതാണ്. ഇപ്പം ഇല്ല. ലിയോയേ, മുത്തേ, പൊന്നൂട്ടിയേ, ചക്കരേ, കുഞ്ഞാവേ, കുങ്കുടി വാവേ. ഉണ്ടോ, കുങ്ങിണി വാവയ്ക്കില്ല, ചങ്കിണി വാവയ്ക്കില്ല. ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ല. എന്നാലും എന്നോട് അയാൾ കൂട്ടില്ല. പൊന്നേ പൊന്നേ, എന്നാ പറയുവാ? എന്നാ, എന്താ പറ്റി? മോൻ്റെ ബെഡ് എടുത്ത് കളഞ്ഞോ ആൻറ്റി? ആണോ? നമുക്ക് പുതിയ ബെഡ് കിട്ടിയില്ലേ? പുതിയ ബെഡ് കിട്ടിയോണ്ടല്ലേ പഴയ ബെഡ് എടുത്ത് കളഞ്ഞ ആൻറ്റി? ഇങ്ങനെ കിടക്കുന്ന എന്തിനാ? എഴുന്നേറ്റ് വായോ, കളിക്കണ്ടേ? നമുക്ക് പുറത്ത് പോണ്ടേ? പുറത്തും പോണ്ടേ? ഇന്നലെ ഞാൻ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നലെ എനിക്ക് ഇത്തിരി പണി കൂടുതലുണ്ടായിരുന്നു. ഞാൻ മേളിലൊരു വീട്ടിലും ക്ലീനിങ്ങിന് പോകും വല്ലപ്പോഴും. അപ്പോൾ ഇന്നലെ അവിടെ ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. ഇന്നലെ ശിശുദിനമായിരുന്നല്ലോ, ചിൽഡ്രൻസ് ഡേ. ശിശുദിനം എന്ന് പറഞ്ഞപ്പോൾ പിള്ളേർക്കൊന്നും അറിയില്ല, എല്ലാവരും ഇംഗ്ലീഷുകാരല്ലേ. അപ്പോൾ ചിൽഡ്രൻസ് ഡേ എന്താണെന്ന് ചില പിള്ളേർക്കൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു കൂടുതലും CBSE പഠിക്കുന്ന പിള്ളേർക്കാണ് ചിൽഡ്രൻസ് ഡേ എന്താണെന്നൊന്നും അറിയാത്തതെന്ന് തോന്നുന്നു. അപ്പോൾ ചിലയിടത്തൊക്കെ ചോദിക്കുമ്പോൾ എന്താ അത്, എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയായിരിക്കും. ഞാൻ എന്നാലും അറിയാത്ത കുഞ്ഞുങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടേ? ആരും കാണുന്നൊന്നും കാണില്ല. എൻ്റെ സമാധാനത്തിന് ഞാൻ പറയുക, പാവൻ ചിൽഡ്രൻസ് ഡേ ആണ് എൻ്റെ ലിയോയ്ക്ക് പണി കിട്ടിയത്, സങ്കടമായതും. എന്തോ ചെയ്യാനാ? ക്ഷമിക്കില്ലയോ, നമുക്ക് വേറെ മേടിക്കാം കേട്ടോ. ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത്. ഇപ്പം ജവഹർലാൽ നെഹ്റു ആരാന്ന് ചോദിച്ചാൽ ആന്ന് കൈമലത്തുന്ന കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് സ്കൂളിൽ ഞാൻ നോക്കിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അതൊക്കെ നല്ല ഇതായിട്ട് അന്ന് പ്രസംഗിക്കുകയും കാര്യങ്ങളും ഒക്കെ ഇപ്പം എല്ലാ സ്കൂളുകളിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ പല മക്കൾക്കും അറിയില്ല. പല മക്കളടുത്തും ചോദിക്കുമ്പോൾ അതെന്താ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ബിഗ് ബോസ് ഒക്കെ തീർന്നിട്ടും സമ്മാനവും മേടിച്ച്, ട്രോഫിയും മേടിച്ച്, വീട്ടിലുപകരണങ്ങളും കിട്ടി, എല്ലാം കിട്ടിയിട്ടും തീരാതെ നടക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അഖിൽമാരാർ ചേട്ടൻ ഒരു സെറ്റ്, ചേട്ടനല്ലാതെ അനിയൻ ചെറുക്കനാണ് എൻ്റെ, എന്നാലും ഞാൻ പറഞ്ഞു പോയതാ. തൊപ്പിക്കുട്ടൻ വേറൊരു വഴിക്ക്. അതിൻ്റെ ഇടയ്ക്ക് കുറേ യൂട്യൂബർ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് അവർ വേറൊരു വഴിക്ക്. പിന്നെ ഒരു PR,
പിന്നെ ഒന്നും പറയണ്ട. അമ്മ മറ്റേ പിന്നെ ഉമ്മ പെരിയാർ, അവരിനി എത്ര നാൾ ഇതിങ്ങനെ അടുത്ത ബിഗ് ബോസ് വരുന്നിടം വരെ ഇതിങ്ങനെ കൊണ്ടുപോകുമോ? പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞാലോ, ഒരു സിനിമ എടുത്താലും അതിനും ഉണ്ട്. പണ്ടൊന്നും അങ്ങനെ സിനിമയ്ക്കൊന്നും ഇതേപോലെ ആൾക്കാർ വന്ന് നിന്ന് ഞങ്ങളുടെ സിനിമ കാണണം, ഞങ്ങളുടെ സിനിമ ഇന്ന ഇറങ്ങുന്നു എന്നൊന്നും പറഞ്ഞൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറവായിരുന്നു, ഇപ്പോഴും അത് തന്നെ കുറവാണ്. ആകെ ഈ യൂട്യൂബ് മാത്രമേ കാണാറുള്ളൂ. നമുക്കാകെ ഉള്ളത് ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്കില്ല. നമുക്കുള്ളത് കുറേ പറ്റുബുക്കും അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. പലിശയും പറ്റുബുക്കും ബാങ്കിൽ സ്വർണത്തിൻ്റെ പണയം വെച്ചതിൻ്റെ കുറേ രസീതും ഇതൊക്കെ നമുക്കുള്ളൂ. പിന്നെ നമുക്കാകെ ഉള്ളത് ഇപ്പോൾ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇടയിലുണ്ട്. അതെൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ ഇടുന്നത്. പിന്നെ ഉള്ളത് പിന്നെന്താ, നോർമൽ കോള് കിട്ടും. പിന്നെ ഉള്ളത് എനിക്കൊരു വാട്സപ്പും, അത്രയേ ഉള്ളൂ. നമ്മൾ അതിനകത്തേ ഉള്ളൂ. ഇതിനകത്തെല്ലാം കൂടെ കിടന്ന് അടിക്കുന്നത് ഈ യൂട്യൂബിനകത്ത് കണ്ടും മടുത്തു. അവരിപ്പോൾ എന്തായാലും PR ചെയ്താലും പെരിയാർ ചെയ്താലും എന്ത് ചെയ്താലും ട്രോഫിയും കൊണ്ട് പോയി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് നമ്മൾ അടിച്ചിട്ട് നമുക്കൊരു ഫലവും ഇല്ല. അവർ അവർക്ക് കിട്ടിയ ട്രോഫിയിൽ നിന്നോ അവർക്ക് കിട്ടിയ വീട്ടുപകരണങ്ങളിൽ നിന്നോ സാധനത്തിൽ നിന്നോ നമുക്ക് ആർക്കും തരത്തില്ല ഒന്നും. പിന്നെ നമ്മൾ എന്തിനാണോ എന്തോ ഇങ്ങനെ പുറത്ത് കിടന്ന് വെള്ളം വെച്ച് ഒരാളെ കുത്തി വേറൊരാളെ കുത്തി നാറ്റിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഈ സിനിമയുടെ തന്നെ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അതുപോലെ എല്ലാത്തിനകത്തും കാണും ഇങ്ങനെ പെരിയാറും PR ഒക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയുടെ കാര്യം ഇങ്ങനെ പറയാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം എല്ലാവരും സിനിമയുടെ കാര്യം പറയാൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ പണ്ടൊന്നും ടിക്കറ്റ് പോലും എടുത്തു തരത്തില്ല. ഇപ്പോൾ ഓരോരുത്തർ പറയുന്നേക്കാം, ഓരോ ഫാൻസൊക്കെ നടത്തുമ്പം ഓരോ തിയേറ്ററിൻ്റെ ടിക്കറ്റുകളും മുന്നേ അവർ മേടിക്കും, എന്നിട്ട് ആൾക്കാർക്ക് കൊടുക്കും. പൈസ കൊടുക്കാതെ കയറി നമുക്ക് കാണാൻ പറ്റും, അങ്ങനെ കയറി സിനിമ കാണാൻ പറ്റും. അപ്പം അങ്ങനെ വിജയിപ്പിക്കുന്നുണ്ട്, അവർ തന്നെ അവരെ വിജയിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ബിഗ് ബോസിനകത്തും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടെന്ന് നമ്മൾ കരുതിക്കോണം. നമ്മൾ മണ്ടന്മാരൊന്നും ആയിട്ടൊന്നും കാര്യമില്ല. പിന്നെ ശരിയാണ്, ഓരോരുത്തരെ നമ്മളിപ്പം അനുവിൻ്റെ പറ്റി കുറേ വീഡിയോസ്, അനു അങ്ങനെ, അനു ഇങ്ങനെ, അനു അങ്ങനെയെന്ന് പറഞ്ഞിടും. അപ്പം അതും കണ്ടിട്ടും അവർക്ക് സപ്പോർട്ട് വരും. പിന്നെ കുറേ ജനങ്ങൾ പാവപ്പെട്ടവർ ഒന്നും അറിയാതെ നമ്മൾ ചെയ്യും. കുറച്ച് പേര് പൈസ മേടിച്ച് ചെയ്യുന്നെന്ന് പറയുന്നത് അതൊക്കെ നമുക്കറിയത്തില്ല. നമ്മളിതുവരെ വോട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് വോട്ടിങ്ങും ഒന്നുമില്ല. നമ്മളിതിനകത്ത് പറയാൻ ആളില്ല. പക്ഷേ കഷ്ടപ്പെട്ട് നമ്മൾ വോട്ട് ചെയ്യുന്നവർക്ക് സങ്കടം വരും. ഇലക്ഷൻ വരുമ്പോഴും അങ്ങനല്ലേ, ഇലക്ഷന് നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്ക് ചെയ്യും, അവർ ജയിക്കാതെ വരുമ്പോൾ നമുക്കൊരു സങ്കടം വരും. അപ്പം ഈ നമ്മൾ പാവപ്പെട്ട ജനങ്ങൾ ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്നും ദിവസക്കൂലിക്ക് ജോലിക്ക് പോകുന്നവരാണ്. ജോലിക്ക് പോയി പൈസ കിട്ടിയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇവരുടെ ഇതിൻ്റെ പുറകെ പോയിട്ടൊന്നും ടെൻഷൻ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനിപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ ഇനി അടുത്ത എന്തെങ്കിലും വിഷയം വരും, അപ്പം അതിൻ്റെ പുറകെ പോകും. ഇതിനേക്കാളും സത്യം പറഞ്ഞാൽ എല്ലാവരും ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഡൽഹിയിൽ ബോംബ് വീണ്. അപ്പം അതിനെപ്പറ്റി എവിടെ ബോംബ് സ്ഫോടനം ഉണ്ടാവുമെന്ന് അറിയത്തില്ല, നമ്മുടെ ജീവൻ അപകടത്തിലാണ്. അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ ഒരു വാർത്തയെ മാത്രമേ ഞാനത് കണ്ടുള്ളൂ. അല്ല, അതിനെപ്പറ്റി ആർക്കും ഒന്നും പറയാനോ ഒന്നുമില്ല. ഇതിൻ്റെ പുറകെ പോകുന്നു. ബിഗ് ബോസ് കഴിഞ്ഞ് ബിഗ് ബോസിലെ വീടും പൊളിച്ച് കാണും ഇപ്പോൾ. എന്നിട്ടും ജനങ്ങളുടെ വീട്ടിൽ കയ്യിലിരിക്കുന്ന മൊബൈലിൽ ആ കഥകൾ തീർന്നില്ല. അപ്പോഴും ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുപോലെ സുഖമായിട്ടിരിക്കുകയാണ് എല്ലാവരും. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഞാനും ലിയോയും പിണക്കത്തിലാണെങ്കിലും ലിയോയ്ക്ക് സുഖമായിട്ടിരിക്കുന്നു. ലിയോ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.